ബാംഗ്ലൂരിലേക്കുള്ള കന്നിയാത്രയിൽ തന്നെ നവകേരള ബസ്സിന് തകരാർ. രാവിലെ 4:30 ആരംഭിച്ച യാത്രയിൽ ബസിന്റെ വാതിൽ കേടാവുകയും യാത്രക്കാരിൽ ഒരാളുടെ ബാഗ് കെട്ടിവെച്ച് യാത്ര പുനരാരംഭിക്കുകയും ചെയ്തു. ഡോർ താനെ തുറന്നു പോകുന്നതായിരുന്നു പ്രശ്നം. കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള ഗരുഡ പ്രീമിയം സർവീസിലാണ് തുടക്കത്തിലെ കല്ലുകടി. ഡോർ തകരാറിലായതും കാരന്തൂരിൽ ബസ് നിർത്തി. തുടർന്ന് ബത്തേരി ഡിപ്പോയിൽ തകരാർ പരിഹരിച്ചു. എമർജൻസി എക്സിറ്റ് സ്വിച്ച് ഓൺ ആയതായിരുന്നു പ്രശ്നം. മെയ് 5-ന് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ നവകേരള ബസ് അരങ്ങേറ്റം കുറിക്കാൻ തുടങ്ങിയതും ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം ടിക്കറ്റുകൾ വിറ്റുതീർന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് കൊണ്ടുവന്നത്. എന്നാൽ സർവീസ് തുടങ്ങും മുൻപേ ചില്ലറ പരിക്കുകൾ ആരംഭിച്ചിരുന്നു. മാവൂർ റോഡിലെ KSRTC സ്റ്റാൻഡിന് മുന്നിലെ ട്രാക്കിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിന് നേരിയ പോറൽ ഏൽക്കുകയായിരുന്നു. നടക്കാവിലെ റീജിയണൽ വർക്ക്ഷോപ്പിൽ ഒരു കോട്ട് പെയിന്റ് ഉപയോഗിച്ച് പോറൽ നീക്കം ചെയ്തിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം ടിക്കറ്റിന് സെസ് ഉൾപ്പെടെ 1171 രൂപയാണ് നിരക്ക്. കൂടാതെ എയർ കണ്ടീഷൻ ചെയ്ത ബസ്സുകൾക്ക് 5% ആഡംബര നികുതിയും നൽകണം. നവകേരള യാത്രയിൽ മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന സീറ്റ് ബുക്ക് ചെയ്യാൻ മിക്ക യാത്രക്കാരും ആഗ്രഹിച്ചിരുന്നു എന്നതാണ് രസകരം. ഈ സീറ്റിന്റെ ലഭ്യതയെക്കുറിച്ച് അന്വേഷിക്കാൻ നിരവധി പേർ ഡിപ്പോകളിൽ നേരിട്ടെത്തി. തിരുവനന്തപുരം കോഴിക്കോട് സർവീസിന് പോലും സീറ്റുകൾ പൂർണ്ണമായും ബുക്ക് ചെയ്തു. ഗരുഡ പ്രീമിയം വിഭാഗത്തിലുള്ള വാഹനമായാണ് ബസ് അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്നത്. പ്രതിദിന സർവീസ് പുലർച്ചെ 4 മണിക്ക് കോഴിക്കോട് നിന്ന് ആരംഭിച്ച് 11:35-ന് ബംഗളൂരുവിലെത്തും. ഇതേ ബസ് ബംഗളൂരുവിൽ നിന്ന് ഉച്ചയ്ക്ക് 2:30-ന് പുറപ്പെട്ട് രാത്രി 10:05-ന് കോഴിക്കോട്ടെത്തും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.